ഏറെ നാളത്തെ വെയിറ്റിംഗിന് ശേഷം ക്ലിങ് എന്ന AI വീഡിയോ ജനറേഷൻ ടൂൾ നമുക്കിപ്പോൾ പബ്ലിക്കലി അവൈലബിൾ ആയി. ക്ലിങ്ങിനെ പറ്റി ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. അതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. കുറച്ച് പ്രോംപ്റ്റ് അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ആയിരുന്നു അതിൽ പറഞ്ഞിരുന്നത്. ആ സമയത്ത് നമുക്കിത് പബ്ലിക്കലി അവൈലബിൾ അല്ലാത്തതുകൊണ്ട് കൂടുതലായിട്ട് നമുക്ക് അതിൽ പോയിട്ട് ചെയ്തു നോക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അവർ തന്ന എക്സാമ്പിൾസ് വെച്ചിട്ടായിരുന്നു നമ്മൾ മൊത്തം അനലൈസ് ചെയ്തിരുന്നത്. clingAI.com എന്ന പുതിയ വെബ്സൈറ്റിലൂടെയാണ് നമുക്ക് ക്ലിങ് പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ളത്. റിയൽ ഏതാ ഫേക്ക് ഏതാ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള വീഡിയോ ഔട്ട്പുട്ടാണ് ഈ ടൂൾ നമുക്ക് തരുന്നത്. ഒരു ചാൻസ് ഇല്ല, ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് വ്യക്തമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതിൻ്റെ ഇന്റർഫേസ് എങ്ങനെയുണ്ട്, എന്തൊക്കെ ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട് എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ കവർ ചെയ്യാം. നിങ്ങളെ ബ്രൗസറിൽ പോയിട്ട് clingAI.com എന്ന് സെർച്ച് ചെയ്താൽ ഇതുപോലൊരു ഇന്റർഫേസ് നമുക്ക് ഫസ്റ്റ് കിട്ടും. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇമേജ് ജനറേറ്റ് ചെയ്യാൻ, വീഡിയോ ജനറേറ്റ് ചെയ്യാൻ, ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നിലവിൽ ക്ലിങ് നമുക്ക് 2 ഓപ്ഷൻസ് എനേബിൾ ചെയ്തിട്ടുള്ളൂ. ഇമേജ് ജനറേറ്റ് ചെയ്യാനും ഒന്ന് വീഡിയോ ജനറേറ്റ് ചെയ്യാനും. ഇവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിറ്റിയിൽ ഓരോരുത്തരെ ക്രിയേറ്റ് ചെയ്ത വർക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ഓരോന്നും ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോംപ്റ്റ്, അതിൽ യൂസ് ചെയ്യുന്ന ഇമേജ്, അങ്ങനെ എല്ലാ റെഫറൻസും നമുക്കിവിടെ കിട്ടും. ഇത്രയാണ് ഒറ്റ നോട്ടം നമുക്ക് ഇന്റർഫേസിലുള്ളത്. ഇതിൽ നമുക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഈ സൈൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ സൈൻ അപ്പ് ഫോർ ഫ്രീ കാണും. അവിടെ പോയി നമ്മൾ ഇമെയിൽ ID, പാസ്വേഡ് എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിലോട്ട് ഒരു വെരിഫിക്കേഷൻ ഇമെയിൽ വരും. അത് നമ്മൾ അക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ഒഫീഷ്യൽ പോർട്ടലിലോട്ട് എൻട്രി കിട്ടും. ഞാൻ ഇപ്പോൾ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഞാൻ ജസ്റ്റ് ലോഗിൻ ചെയ്യണേ. ഓക്കെ, ഇവിടെ ഒരു വെരിഫിക്കേഷൻ ഇങ്ങനെ ഉണ്ടാവും. ജസ്റ്റ് ഈ സാധനം സ്വൈപ്പ് ചെയ്തിട്ട് കറക്റ്റായിട്ട് അതിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുക. സക്സസ്. ലോഗിൻ ചെയ്തതിന് ശേഷം ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും 66 ക്രെഡിറ്റ് എന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ക്ലിങ് നമുക്ക് ടോട്ടലി ഫ്രീ ആണ്. ഓരോ ദിവസവും നമുക്ക് 66 ക്രെഡിറ്റ് വെച്ച് കിട്ടിക്കൊണ്ടേയിരിക്കും. 66 ക്രെഡിറ്റിൽ നമുക്ക് ഏകദേശം 6 വീഡിയോകളും ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇമേജ് ജനറേഷൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. മറ്റ് AI ടൂളുകളിലെ പോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു പരിപാടി തന്നെയുള്ളത്. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുത്ത് നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാം. ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പ്രോംപ്റ്റ് എങ്ങനെ കൊടുക്കും എന്നുള്ളതിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഇവർ ചെയ്തു വെച്ചാൽ തന്നെ നോക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇവരുടെ ഡാഷ്ബോർഡ് പോയി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ക്രിയേറ്റിവിറ്റി വർക്കുകൾ ഇവർ ഓരോരുത്തർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഏതെങ്കിലും ഒന്ന് നോക്കി നമുക്കിത് റെഫർ ചെയ്യാൻ പറ്റും. ഇനി ഇല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ പോവുക, ഒരു റെഫറൻസിന് വേണ്ടി നമ്മൾ മിഡ് ജേണി പ്രോംപ്റ്റ് എന്നോ അല്ലെങ്കിൽ ലിയനാർഡോയിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് പ്രോംപ്റ്റ് ഒക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ഇമേജിൻ്റെ അകത്തുനിന്ന് പോയി നോക്കാം. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഇമേജ് ജനറേഷൻ ടൂളിലെ പോലെ പ്രോംപ്റ്റ് കൊടുത്ത് ചെയ്യുന്ന ഓപ്ഷനുണ്ട്, റെഫറൻസ് ഇമേജ് കൊടുത്ത് ചെയ്യുന്ന ഓപ്ഷനുണ്ട്. നമ്മൾ പ്രോംപ്റ്റിൽ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോംപ്റ്റ് കൊടുത്ത് നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടും ഇമേജ് ജനറേറ്റ് ചെയ്യാം. ഈ റെഫറൻസ് ഇമേജ് നമ്മൾ എപ്പോഴും കൊടുക്കണമെന്നൊന്നുമില്ല, അത് ഓപ്ഷനിലാണ്. നമുക്ക് ഒരു ഇമേജിൻ്റെ റെഫറൻസിൽ വേറൊരു ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ മാത്രമാണ് ഈ റെഫറൻസ് ഇമേജ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സെറ്റിങ്സിൽ നമുക്ക് പല പല റേഷ്യോസ് ഉണ്ട്. അതായത് ഒരു ഇമേജിൽ പല പല രീതിയിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാമല്ലോ. 1:1 റേഷ്യോയിൽ ജനറേറ്റ് ചെയ്യാം, പോർട്രേറ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യാം, ലാൻഡ്സ്കേപ്പ് ആയിട്ട് ജനറേറ്റ് ചെയ്യാം. അതെല്ലാം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കൂടാതെ ഒരു ജനറേഷനിൽ നമുക്ക് എത്ര ഇമേജ് വേരിയേഷൻസ് വേണമെന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ബൈ ഡിഫോൾട്ട് 4 വേരിയേഷൻസ് ഉണ്ടാവുക. നമുക്കത് ഇവിടെ ചേഞ്ച് ചെയ്യുന്നതിന് കണക്കായിട്ട് നമ്മൾ ക്രെഡിറ്റ് യൂസ് ചെയ്യുന്നതും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇമേജിന് 0.08 അത് 0.02 ക്രെഡിറ്റ് പെർ ഇമേജ് എന്നുള്ള രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ 4 ഇമേജ് കൊടുത്തുകൊണ്ട് നമ്മളിതൊന്ന് ജനറേറ്റ് ചെയ്യാൻ നോക്കുകയാണേ. നമ്മൾ ഇമേജ് ഇവിടെ ജനറേറ്റ് ഉണ്ട്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എല്ലാ വേരിയേഷൻസ് ഇത് കണ്ടാൽ മനസ്സിലാവും. നല്ല അടിപൊളി ഇമേജാണ്. ഒരു എക്സാമ്പിളും കൂടെ ജസ്റ്റ് 9:6 എന്നുള്ള റേഷ്യോയിൽ, അതായത് ഒരു പോർട്രേറ്റ് ഇമേജ് നമുക്ക് ചെയ്ത് നോക്കാം. ഞാൻ റെഫറൻസിന് വേണ്ടിയിട്ട് ഒരു ഇമേജ് ഇവിടെ വെറുതെ അപ്ലോഡ് ചെയ്ത് നോക്കുകയാണ്. ഇതിനു വേണ്ടി ഒരു ഡൗൺലോഡ് ചെയ്ത് വെച്ചൊരു ഇമേജാണ്. നോക്കാം. ഇമേജ് അപ്ലോഡ് ആയതിനു ശേഷം നമുക്കിവിടെ കാണാൻ പറ്റും റെഫറൻസ് സ്ട്രെങ്ത് എന്നുള്ളൊരു പാരാമീറ്റർ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ റെഫറൻസ് സ്ട്രെങ്ത് നല്ലപോലെ കൂട്ടിയിട്ട് കൊടുത്താൽ ഈ കൊടുത്തിരിക്കുന്ന ഇമേജ് റിലേറ്റഡ് ആയിട്ടായിരിക്കും ഫൈനൽ ഔട്ട്പുട്ട് വരിക. കുറച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഈ പ്രോംപ്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കും നമ്മൾ ഫൈനൽ റിസൾട്ട് വരിക. നമുക്കിത് ജസ്റ്റ് തൽക്കാലം കൂട്ടിയിട്ട് തന്നെ കൊടുത്ത് നോക്കാം. ഞാൻ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് ജസ്റ്റ് നമുക്കത് നോക്കാം. അപ്പോൾ റെഫറൻസ് ഇമേജ് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ക്രെഡിറ്റ് ഇവിടെ കൂടിയിട്ടുണ്ട് കേട്ടോ. എവിടേക്കോ ഒരു സാദൃശ്യമുള്ള ഒരു ഇമേജ് ജനറേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് റെഫറൻസ് സ്ട്രെങ്ത് കുറച്ചിട്ട് 0 വെച്ചിട്ട് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ചുകൂടെ നല്ല ബെറ്റർ ആയിട്ടുള്ള ഇമേജ് വന്നു. പ്രോംപ്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് ഈ റെഫറൻസ് സ്ട്രെങ്ത് നല്ലപോലെ കുറച്ചും ഫൈനൽ ഒരു ഇമേജ്. അപ്പോൾ സംഭവം മാറി, പ്രോംപ്റ്റിന് ഭയങ്കര പ്രാധാന്യം വന്നു. നമ്മുടെ ഈ റെഫറൻസ് ഇമേജ് ആയിട്ട് വലിയ സാദൃശ്യമില്ലെങ്കിലും പറഞ്ഞു കൊടുത്ത കാര്യം എന്തായാലും AIക്ക് മനസ്സിലായിട്ടുണ്ട്. ബ്ലോണ്ട് വുമൺ വിത്ത് ബ്ലൂ ഐസ്, അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് ഈ ഇമേജ് ജനറേഷൻ പാർട്ടിൽ വരുന്നത്.
ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 ക്രെഡിറ്റോളം ഇവിടെ കൺസ്യൂം ആയിട്ടുണ്ട്. കാരണം നമ്മൾ 3 സെറ്റ് ഓഫ് ഇമേജ് ജനറേറ്റ് ചെയ്തു. മറ്റേ സാധാ ഇമേജിന് 0.8 വെച്ച് പോയി, നമ്മൾ റെഫറൻസ് ഇമേജ് കൊടുത്തപ്പോൾ 1.20 വെച്ച് പോയി. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർഫേസിലോട്ട് വന്നു കഴിഞ്ഞാൽ നേരത്തെ കണ്ടതുപോലെ തന്നെ ഓപ്ഷൻസ് എങ്ങനെ എവിടെയും കാണുക. പ്രധാനമായിട്ട് വരുന്ന 2 ഓപ്ഷൻസ്, ഒന്ന് ടെക്സ്റ്റ് ടു വീഡിയോ ജനറേറ്റ് ചെയ്യാനും ഇമേജ് ടു വീഡിയോ ജനറേറ്റ് ചെയ്യാനും. ടെക്സ്റ്റ് ടു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സാധാ ടെക്സ്റ്റ് പ്രോംപ്റ്റ് ആയിട്ട് കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് വീഡിയോ ജനറേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഞാൻ സാമ്പിളായിട്ട് ഒരു പ്രോംപ്റ്റ് ഇവിടെ എൻ്റർ ചെയ്യണേ. ഈ ക്ലിങ്ങിൻ്റെ പേജിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന കുറച്ച് കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജനറേഷനിൽ ഞാൻ എടുത്തൊരു പ്രോംപ്റ്റാണ്. തൊട്ട് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. അതായത് സെറ്റിങ്സ്, ക്യാമറ മൂവ്മെൻറ്റ്, നെഗറ്റീവ് പ്രോംപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കവർ ചെയ്ത് പോകാം. സെറ്റിങ്സിൻ്റെ അണ്ടറിൽ നമുക്ക് ക്രിയേറ്റിവിറ്റി റെലവൻസിൻ്റെ ഒരു സ്ലൈഡർ ഉണ്ട്. ഈ ക്രിയേറ്റിവിറ്റി റെലവൻസ് സ്ലൈഡർ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നമ്മളിപ്പോൾ ക്രിയേറ്റിവിറ്റി സൈഡിലോട്ട് എത്രത്തോളം പോകുന്നോ അത്രത്തോളം പ്രോംപ്റ്റിൻ്റെ പ്രാധാന്യം കുറഞ്ഞ് AI-ൻ്റെതായ രീതിയിൽ ഇമാജിൻ ചെയ്തുകൊണ്ട് ഫൈനൽ റിസൾട്ട് ജനറേറ്റ് ചെയ്യും. റെലവൻസിലോട്ട് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ പ്രോംപ്റ്റിന് റെലവൻ്റ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഫൈനൽ റിസൾട്ടിൽ വരിക. തൊട്ട് താഴത്തായിട്ട് മോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. കറൻ്റ്ലി ഹൈ പെർഫോമൻസ് മോഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഹൈ ക്വാളിറ്റി മോഡിനെടുക്കുക വന്നു കഴിഞ്ഞാൽ ലോഞ്ചിങ് സൂൺ എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ലെങ്ത്തും ഈ പറഞ്ഞതുപോലെ 5 സെക്കൻഡിന്റെ വീഡിയോ ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ, 10 സെക്കൻഡ് ലോഞ്ചിങ് സൂൺ ആണ്. പിന്നെ താഴത്തായിട്ട് നമുക്ക് പോർട്രേറ്റ് വേണോ, അല്ലെ ലാൻഡ്സ്കേപ്പ് വേണോ, സ്ക്വയർ ആയിട്ടുള്ള വീഡിയോ വേണോ, അത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി ക്യാമറ മൂവ്മെന്റിൽ വന്നു കഴിഞ്ഞാൽ ഈ തൊട്ട് താഴത്തായിട്ട് ഇവിടെ നമുക്ക് ക്യാമറേന്റെ മൂവ്മെന്റ്സ് പല മൂവ്മെന്റ്സും ഉണ്ട്. ഇതിൽ കുറേയൊന്നും നമുക്ക് ഇതുവരെയായിട്ടും എനേബിൾ ആയില്ല കേട്ടോ. ഇതിൽ ഈ പറഞ്ഞ മൂവ്മെന്റ്സ് ഒക്കെ വരാൻ കിടക്കുന്നേ ഉള്ളൂ. ലോഞ്ചിങ് സൂൺ, ഇത് എല്ലാ ലോഞ്ചിങ് സൂണാണ്. ഇപ്പം ഞാൻ വെറുതെ ഹൊറിസോണ്ടൽ എന്നുള്ള മൂവ്മെന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ നേരത്തെ കണ്ടതുപോലെ നമുക്കൊരു സ്ലൈഡർ ഉണ്ട്. ലെഫ്റ്റിലോട്ട് ഒറിസോണ്ടൽ മൂവ്മെന്റ് വേണോ, റൈറ്റിലോട്ട് ഒറിസോണ്ടൽ മൂവ്മെന്റ് വേണോ, നമ്മുടെ സബ്ജക്റ്റിനെ ഇവിടെ നിർത്തിക്കൊണ്ട് ക്യാമറ ലെഫ്റ്റിലോട്ട് പോകണോ റൈറ്റിലോട്ട് പോകണോ എങ്ങോട്ട് പോകണം എന്നുള്ളതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ മുന്നൊരു വീഡിയോയിൽ ലൂമ AI-നെ പറ്റി കവർ ചെയ്തിരുന്നു. അതിൽ ഈ പറഞ്ഞതുപോലെ ഓപ്ഷൻസ് വളരെ കുറവാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഒരു മെയിൻ ഹൈലൈറ്റ്. ഇപ്പം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ നെഗറ്റീവ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഫൈനൽ റിസൾട്ട് നമുക്ക് എന്താണോ വേണ്ടാത്തത്, എന്തൊക്കെ നമ്മൾ ഒഴിച്ചു വെക്കണോ. ഉദാഹരണത്തിന് നമുക്ക് ബ്ലറായിട്ടുള്ള ഒരു വീഡിയോ ഒരിക്കലും നമ്മൾ ആവശ്യപ്പെടില്ല, ലോ ക്വാളിറ്റി വീഡിയോ നമ്മൾ ആവശ്യപ്പെടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ AI-നെ പറഞ്ഞ് പഠിപ്പിക്കുന്ന രീതിയായി നെഗറ്റീവ് പ്രോംപ്റ്റ്. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞ് പഠിപ്പിക്കും. ഇപ്പം ഞാൻ സിമ്പിളായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെ ജസ്റ്റ് കൊടുക്കണം. ഡിസ്ഫിഗർമെൻറ്റ്, ലോ ക്വാളിറ്റി, ഇങ്ങനെയുള്ളതൊക്കെ ഞാൻ ജസ്റ്റ് കൊടുക്കണം. ഇങ്ങനെയുള്ള വേർഡുകളൊക്കെ നമ്മൾ കൊടുക്കുന്നതിലൂടെ നമുക്ക് ഈ പറയുന്ന റിസൾട്ട് ഒന്നും നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് വേണ്ട എന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഈ ഫൈനലി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം 10 ക്രെഡിറ്റ് ഇവിടെ പോകും. നമ്മുടെ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് 0.02 ക്രെഡിറ്റ് മാത്രമേ പോയിക്കൊണ്ടിരുന്നുള്ളൂ. പക്ഷേ 10 ക്രെഡിറ്റ് ആണ് ഒരു വീഡിയോന് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ എടുക്കുന്നത്. പക്ഷെ പേടിക്കേണ്ടതില്ല, ഡെയിലി നമുക്ക് 66 ക്രെഡിറ്റ് വെച്ച് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇന്ന് നമ്മൾ തീർത്ത് കഴിഞ്ഞാലും നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് 66 ക്രെഡിറ്റ് നമ്മുടെ അക്കൗണ്ടിലുണ്ടാവും. ധൈര്യമായിട്ട് കൊടുത്തു. റിയൽ ഏതാ ഫേക്ക് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അതൊരു സാധനം വന്നിട്ടുണ്ട്. നോക്കിയേ, ഇതാ ഈ ഹെയർ മൂവ്മെന്റ്സ്, വാലിന്റെ മൂവ്മെന്റ്സ്, ഇതൊന്നും നമുക്ക് ഇത്രയും കാലം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോ ജനറേഷൻ്റെ ഉള്ളിൽ. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കാണിക്കാം. ഈ ഒരു അവസ്ഥയിലായിരുന്നു നമ്മളെ വീഡിയോ ജനറേഷൻസ് ഉണ്ടായിരുന്നത്. ബട്ട് ദിസ് ഈസ് ഗെയിം ചേഞ്ചിങ്. അതവിടെ ഇരിക്കും. നമുക്ക് ഇനി ഇമേജ് ടു വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെ ഉണ്ടാവും ഒന്ന് നോക്കി നോക്കാം. ഞാൻ എക്സാമ്പിളായിട്ട് മിഡ്ജേണിയിൽ നിന്ന് കളക്ട് ചെയ്ത ഈ ഒരു ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്യണേ. എടുത്തു, ജസ്റ്റ് ഇമേജ് ഞാനൊന്ന് മെൻഷൻ ചെയ്യാണ്. ക്യാറ്റ് ഓൺ ദ റൂഫ് ടോപ്പ് ടേക്കിംഗ് സെൽഫി. നോക്കാം എന്താ അവസ്ഥ നോക്കാം. നേരത്തെ അതേ സെറ്റിങ്സ് തന്നെ. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്യാമറ മൂവ്മെന്റ് ഓപ്ഷൻ ഇവിടെ ഇല്ല. ഇമേജ് ടു വീഡിയോ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാമറ മൂവ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ അല്ല. ഓക്കെ, ബാക്കി പിന്നെ ഞാൻ അതിൻ്റെ ഡിഫോൾട്ടായിട്ട് കൊടുത്ത് ജനറേറ്റ് എന്ന് പറയാൻ പറ്റും. ഈ ലൂമ AI-ൽ നമുക്കൊരു എൻഫ്രെയിം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് എൻഫ്രെയിം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, പക്ഷെ അത് എനേബിൾ ആയില്ല. അതും ലോഞ്ചിങ് സൂൺ. ഒന്ന് മാത്രം മനസ്സിലാക്കി മതി, ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് വരാനുണ്ട്. അറിഞ്ചോ പൊറിഞ്ചോ ഇനി വീഡിയോ ഉണ്ടാക്കി കളിക്കാം. നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടേതായ ഒരു ചെറിയ ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ഒരു സിനിമയോ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലം അധികം ദൂരത്തല്ല. എല്ലാ ആംഗിളിലും നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഇമേജ് ജനറേഷൻ വരുന്നുണ്ട്, ഒരു സൈഡിൽ മ്യൂസിക് ജനറേഷൻ, ഇപ്പോൾ വീഡിയോ ജനറേഷൻ വേറെ ലെവല്. ഇനി നമുക്കൊരു സിനിമ എടുക്കാൻ നമ്മൾ ആരും കയ്യോ കാലോ പിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇമാജിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു ഫുൾ പടം റിലീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഇങ്ങനെയുള്ള AI ടൂളുകൾ.